ഹലോ, ഞങ്ങളതിന് തയ്യാറാണ്. ഉറപ്പാണോ? അതെ, നിങ്ങൾ പറഞ്ഞിടത്തേക്ക് ഞങ്ങൾ എത്താം. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാല് മക്കൾക്കൊക്കെ സങ്കടാവില്ലേ? നിങ്ങൾ ഉഷാറായി. പോലീസ് ഏതായാലും അന്വേഷിക്കുന്നുണ്ട്, ഒരാളെ കണ്ടെത്തിക്കോളൂ. നിങ്ങളെപ്പോലെ തന്നെ നല്ല വിഷമം എനിക്കുമുണ്ട്. കാരണം ഞാൻ പറഞ്ഞാണല്ലോ ഈ സർവ്വസ്വർണം കൊടുത്ത് വൈരക്കലിന് ബിസിനസ് കൂട്ടുന്നത്. ഇത് ഇത്ര വലിയ ചതിയാന്ന് ഞാനും കരുതിയില്ല. എൻ്റെ അറിവിലുള്ള എസ്പിനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളും. അല്ല, നിങ്ങൾ കൈവശമുള്ള ബാഗ് കടയിൽ വെക്കുന്ന ആരെയും കണ്ടിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കിയേ. അല്ല, കടയിലെ സ്റ്റാഫുകളെ ആരെങ്കിലും നമുക്ക് സംശയം ഉണ്ടോ? പേഴ്സണലായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർ എനിക്ക് എനിക്ക് തോന്നുന്നില്ല. ഇക്കാലത്ത് ആരെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അത് സ്റ്റാഫായാലും മറ്റാരായാലും. ഒന്നും കൊടുത്ത് കൈയിട്ട് വരാത്ത ആരാ ഉള്ളത്? ഈ കുന്നിക്കുള്ള സാധനം കയ്യിൽ അമർത്തി പിടിച്ചാൽ കോടികളല്ലേ നമ്മുടെ കയ്യിലെത്തുന്നു. അത് കൈ കിട്ടിയാൽ പുളിക്കുവാനും. ഏട്ടാ, മൂപ്പര് പറഞ്ഞതിലും കാര്യമുണ്ട്. മൂപ്പര് വന്നിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ചാലായിട്ടുണ്ടെങ്കിലും മൂപ്പര് നമ്മളെല്ലാ കാര്യങ്ങളും സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ്. അത്യാവശ്യം ലോകവീരമുണ്ട്. നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മൂപ്പര് പറഞ്ഞ മാതിരി തന്നെ ആ സ്റ്റാഫുകളുടെ അടിയിൽ ചെറിയ അന്വേഷണം നടത്തുന്നതല്ലേ നല്ലത്. എന്താ അഭിപ്രായം? അത് വേണ്ട, പോയത് പോട്ടെ. ആണല്ലോ, പൈസ പിന്നീട് ഉണ്ടാക്കാം. അതെനിക്ക് ന്യൂസിനെ വിളിച്ചില്ല എന്ന് ഞാൻ കെട്ടി സമാധാനിക്കാം. അത്ര തോന്നും. എന്തൊരു കാര്യത്തിനും ഒന്നും നോക്കാതെ വാരിക്കൂരി തിരുന്ന ആളാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഗതി വന്നപ്പോൾ എനിക്ക് ഒരു ഭയങ്കര സങ്കടം. നിങ്ങളിതുവരെ ഒരാളെ ചതിച്ചും വഞ്ചിച്ചും കച്ചവടം ചെയ്തതായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ മുതലിൽ ഒരു സത്യമുണ്ട്. സത്യമുള്ള ഒരു മുതലും ഒരാളിൽ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. അത് ഇനി നിങ്ങൾ തേടിപ്പോണ്ട. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ വൈരങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ അത് പടച്ചോൻ വരുത്തും, അത് ഉറപ്പാണ്. ഇതിപ്പോ ബാങ്കിൽ നിന്ന് വന്നതാ. ഞാനായിട്ടോ നീയായിട്ടോ ഒന്നും ഈ കുടുംബത്തിൽ സംഭവിച്ചിട്ടില്ല. നമ്മുടെ അപ്പച്ച ഉണ്ടാക്കിയത് അതും പോകാനുള്ള പരിപാടിയാണോ? എന്തും നിന്റെ അപ്പച്ച ഇറങ്ങിപ്പോയി വീടിന്റെ ആധാരം കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ പലിശ അടക്കുക. കർത്താവേ, ഈ തെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ നിനക്കറിയാലോ മറ്റു മാർഗമില്ലാഞ്ഞിട്ടാണ്. കൊടും ക്രൂരതകൾ ചെയ്യുന്ന പാപികൾക്ക് പുറത്തു കൊടുക്കുന്ന കർത്താവല്ലേ നീ. എൻ്റെ ഈ പാവത്തിന് നീ പുറത്തു തരണമേ.